അധ്യായം 20 യന്ത്രങ്ങൾ. യോഗപരിശീലനത്തിന് അനുയോജ്യമായ നിരവധി യന്ത്രങ്ങളെ വിവരിച്ചിട്ടുണ്ട്. അവ കൂടുതലും ഉയർന്ന കണക്കുകൂട്ടലുകൾക്കനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്ന വരികളാണിവ. അവയിൽ കോണുകളും അടിത്തറകളും ഉൾപ്പെടുന്നു. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശ്രീയന്ത്രമാണ്. ഇതിനെ ശ്രീചക്രം അല്ലെങ്കിൽ യന്ത്രരാജ എന്ന് വിളിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ആദ്യ ചിത്രത്തിൽ ഈ യന്ത്രം കാണാം. ശങ്കരഭഗവത് പാദസാരിയർ ക്ഷേത്രങ്ങളിലും മേരുപ്രസ്ഥാരം അല്ലെങ്കിൽ ഭൂപ്രസ്ഥാരം എന്ന പേരിൽ ആരാധിച്ചിരുന്ന യന്ത്രമാണിത്. ജംബുകേശ്വരം ക്ഷേത്രത്തിൽ ഇത് കാണാം. ശ്രീ അഖിലാണ്ടേശ്വരിയെ ജംബുകേശ്വരം ക്ഷേത്രത്തിൽ ആരാധിക്കാം. യോഗികൾക്ക് ഈ മന്ത്രം ഒരു പ്രധാന ഘട്ടമാണ്, കൂടാതെ യന്ത്രധ്യാനത്തിന്റെ ഒരു ഉദാഹരണവുമാണ്. അതിനാൽ ഇത് ഈ പുസ്തകത്തിൽ ഒരു ചിത്രമായി അച്ചടിച്ചിരിക്കുന്നു. മന്ത്രങ്ങളുടെ രഹസ്യങ്ങൾ പോലെ യന്ത്രങ്ങളുടെ രഹസ്യങ്ങളും ഗുരുവിലൂടെയാണ് അറിയപ്പെടുന്നത്. അതിനാൽ അവ ഇവിടെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വീട്ടിൽ ഒരു വിളക്ക് ഭക്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല സംരക്ഷണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2. ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന യന്ത്രങ്ങളുടെ രഹസ്യങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോഴും യന്ത്രങ്ങളെ ആരാധിക്കുന്നു. കൈലാസമുറി നീലപ്രതിയാർ പറഞ്ഞതുപോലെ ധ്യാനത്തിന്റെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച ആളുകളിൽ ഒരാളായിട്ടാണ് ഞാൻ എഴുതുന്നത്. കൈലാസമേഖലയിലെ ജനങ്ങൾ കാര്യസിദ്ധിക്കായി യന്ത്രാനുഷ്ഠാനം നടത്തുന്നു. അവർ മരത്തിലോ തുണിയിലോ എഴുതുന്നു. അവർ കല്ലിൽ പ്രതിമകൾ, ലോഹത്തകിടുകൾ, മരപ്പലകകൾ എന്നിവ കൊത്തിസ്ഥാപിക്കുന്നു. ചിലപ്പോൾ അവർ കൊടികൾ, ഊതോരണങ്ങൾ, വിളക്കുകൾ പോലും സ്ഥാപിക്കുന്നു. അവ ക്ഷേത്രമുറ്റങ്ങളിൽ വർണ്ണക്കോലങ്ങളുടെ രൂപത്തിലും സ്ഥാപിക്കുന്നു. അന്വേഷകൻ ഗുരുവിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജാഗ്രതയോടെ ചെയ്യണം. ഭൂതങ്ങൾ വന്നാൽ അന്വേഷകന് ദോഷം സംഭവിക്കും. ഓരോ യന്ത്രത്തിനും പ്രത്യേകമായ ദേവമന്ത്രം ദീക്ഷിക്കുകയും നടത്തുകയും വേണം. ദീക്ഷയില്ലാത്ത യന്ത്രധ്യാനം ഫലപ്രദമാകില്ല. മൂപ്പന്മാർ 3. യന്ത്രങ്ങളുടെ ആന്തരിക അർത്ഥങ്ങൾ ലഘുവിൽ കാണുന്നില്ല. ശിഷ്യന്റെ മനസ്സ് തുടക്കത്തിൽ തന്നെ സ്ഥിരമാകാൻ ഗുരു അവനോട് യന്ത്രം തിരിഞ്ഞ് എഴുതാൻ ആവശ്യപ്പെടും. ഉചിതമായ മാനസികാവസ്ഥയും അദ്ദേഹം അവനോട് പറയും. പ്രധാന ദേവതയെ രഹസ്യമായി ധ്യാനിക്കാൻ അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെടും. തുടർന്ന് അതിൽ നിന്ന് പുറപ്പെടുന്ന ആവരണ ദേവതകളെ ആരാധിക്കാൻ അദ്ദേഹം നിങ്ങളോട് പറയും. തുടർന്ന് ആവരണ ദേവതകളെ പ്രധാന ദേവതയിൽ ഉൾപ്പെടുത്താനും പ്രധാന ദേവതയെ ഓരോ ഭാഗത്തും ലയിപ്പിക്കാനും അദ്ദേഹം നിങ്ങളോട് പറയും. പിന്നീട് അതൊരു ബിന്ദുവായി മാറുകയും തിളക്കമുള്ളതോ സുഗന്ധമുള്ളതോ പോലുള്ള ഒരു തരം പരിണാമം കൈവരിക്കുകയും ചെയ്യും. അപ്പോൾ ആ ബിന്ദു അന്വേഷകനിൽ ലയിക്കും. ഈ ധ്യാനം വിപരീത ദിശയിലും ചെയ്യാം. 4. മറ്റൊരു കൈലാസ താമര പുഷ്പത്തിൽ ധ്യാനിക്കുക. അതിന്റെ മധ്യത്തിലുള്ള പ്രധാന ദേവതയെയും വശങ്ങളിലെ ആവരണ ദേവതകളെയും ധ്യാനിക്കുക. പുഷ്പമടയും. ആവരണ ദേവതകൾ പ്രധാന ദേവതയിൽ ലയിക്കും. അതടയും. അതിൽ നിന്നൊരു പ്രകാശം പുറത്തുവന്ന് അന്വേഷകനിൽ പ്രവേശിക്കും. ഈ സാഹചര്യത്തിൽ ദാരോപാസരയെക്കുറിച്ചുള്ള അധ്യായത്തിൽ പരാമർശിച്ചിരിക്കുന്ന ധ്യാനാചാരങ്ങളും പരിഗണിക്കേണ്ടതാണ്.